ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വേരുകളെന്ന വാക്ക് കേൾക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണില്ല. ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ തമാശ രൂപേണ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്. അതായത് വേര് ഉണ്ടോ എന്ന് ഒരു ചെടിക്ക് അത് വന്നോ എന്ന് നോക്കാനായിട്ട് അത് പറിച്ചു നോക്കുന്ന കുരങ്ങന്മാരുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വേരില്ലാതെ ശരിക്കും ഒരു ചെടിക്ക് നിലനിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു മരത്തിന് തന്നെ നിലനിൽക്കാൻ കഴിയില്ല. ജീവിതത്തിലും ഏറെക്കുറെ ഇത് വളരെ സത്യമാണ്. നല്ല ആഴത്തിൽ വേരുകൾ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈയിടെ ഞാൻ വായിക്കാനിടയായ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ വായനയാണ് കേട്ടോ. വായിക്കാനിടയായ ഈ പുസ്തകത്തിൻ്റെ പേര് വേരുകളെന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന ഒരു നല്ല നോവലിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു വേരുകൾ സാഹിത്യ ലോകത്ത് തന്നെ ഈ പുസ്തകത്തിന് ഇത്ര പ്രചാരം ലഭിക്കാനിടയായ ഒരു കാരണം കൂടി ഈ സിംഗിൾ മാസ്റ്റർ പീസ് നെയിം തന്നെയാവണം. അദ്ദേഹം ഈ സാഹിത്യ ലോകത്ത് തൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറക്കി എന്നുള്ളത് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പോലും ഈ വേരുകൾ എന്ന പുസ്തകത്തിൻ്റെ പേരിലാണ്. പിന്നെ ബാക്കിയുള്ള കാല യൗവനികയിൽ അദ്ദേഹം തൻ്റെ പേരിനൊപ്പം തൻ്റെ നാടിൻ്റെ പേര് കൂടെ സ്വീകരിച്ചതൊക്കെ വലിയ ചരിത്രങ്ങളുടെ ബാക്കി പത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് വളരെ നേർത്ത ഒരു കഥ വളരെ ഹൃദ്യമായ രീതിയിൽ വായനക്കാരന് പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിൽ എഴുതിയിരിക്കുകയാണ്. ജസ്റ്റ് 100 രൂപയുടെ വില മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു കഥാതന്തു ഇതിൽ ബാക്കി കിടപ്പുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറഞ്ഞു വരുന്നത് അത്രമേൽ മനോഹരമായ ഒരു ഹൈപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ സത്യവും യാഥാർത്ഥ്യവുമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വേരുകൾ വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരിക. ഒരു കഥയിൽ ഒരു മനുഷ്യൻ എന്തുമാത്രം തൻ്റെ പൂർവ്വ സ്മൃതികളെക്കുറിച്ച് ബോധവാനാകേണ്ടിയിരിക്കുന്നു, അതാകാതെ വരുമ്പോൾ അത് എത്രമാത്രം അതിൽ അസ്വസ്ഥതപ്പെടുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഈ പുസ്തകത്തിലൂടെ കാണുന്നു എന്നുള്ളതാണ്. ഇതിൽ 2 വ്യക്തിത്വങ്ങളാണുള്ളത്. കഥയിലേക്കും അതിൻ്റെ വിശേഷങ്ങളിലേക്കുമൊക്കെ നമുക്ക് കടന്നു ചെല്ലാം. ജസ്റ്റ് ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഇൻട്രഡക്ഷൻ മാത്രം പറയാം. രഘു എന്ന മനുഷ്യൻ്റെ ബാല്യ, കൗമാര, യൗവന കാലഘട്ടത്തിൻ്റെ ഒരു നല്ല പരിച്ഛേദത്തെ നമ്മുടെ മുൻപിൽ വളരെ ഹൃദ്യമായ രീതിയിൽ ഒരു നല്ല നോവലിൻ്റെ, ഞാൻ പറയുന്ന നല്ല നോവലിൻ്റെ എല്ലാ ഘടനയോടും കൂടി അവതരിപ്പിക്കാൻ ഈ കഥാകൃത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നോവലിന് ഒരു പുനർവായനയ്ക്ക് ഇത്ര മൂല്യം നൽകുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, ഇത്ര കാലങ്ങൾക്ക് ശേഷവും ഈ നോവലിന് ഇത്ര മാന്യതയുള്ള ഒരു മൂല്യം കൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നോവലിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടന്നു ചെല്ലാം. വെൽക്കം ടു LTK സ്റ്റോറീസ്. ഞാനിതിൻ്റെ അവസാനത്തെ പേജ് ഒന്ന് വായിക്കാം. അങ്ങനെ വീട് കെട്ടിക്കഴിഞ്ഞിട്ട് വേണം ഗീതയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് കൂടെ ഇവിടെ വരാൻ. അടയാറിൻ്റെ അന്തരീക്ഷത്തെക്കാൾ വ്യക്തിത്വം നൽകുന്ന പെരിയാറിൻ്റെ അന്തരീക്ഷം ഗീത ശ്വസിക്കും. അടയാർ എന്ന് ഉദ്ദേശിക്കുന്നത് ചെന്നൈയിലെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ മകളാണ് യഥാർത്ഥത്തിൽ ഗീത. അപ്പോൾ അതിൻ്റേതായ ഒരു പോഷും പത്രാസും ഒക്കെ അവൾ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ലിപ്സ്റ്റിക്കിനും റൂഷിനും പുറമേയുള്ള ഒരു ലോകം അവൾ കണ്ടെത്തും. റമ്മികളിയിലെ പരാജയങ്ങളെക്കാൾ വമ്പിച്ച ജയങ്ങളും തോൽവികളും ജീവിതത്തിലുണ്ടെന്ന് അവൾ മനസ്സിലാക്കും. അജയനും സുമയും മക്കളാണ്. പൊയ്മുഖങ്ങൾ ധരിക്കാത്ത കുട്ടികളായി വളരും. റോഡ് ഒരു കവലയിലെത്തി. ഇടത്തോട്ട് തിരിഞ്ഞാൽ നേരെ തിരുവനന്തപുരത്തേക്ക് പോകാം. വലത്തോട്ട് തിരിഞ്ഞാൽ തനിക്ക് പരിചയമുള്ള ഒരു കോൺട്രാക്ടറുടെ സ്ഥലത്തെത്താം. മനോഹരമായ കെട്ടിടങ്ങൾ പണിയുന്ന ഒരു കോൺട്രാക്ടർ. വീട് പണിയാനായിട്ട് നേരത്തെ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. രഘു ഡാഷ് തുറന്ന് ബ്ലൂ പ്രിന്റിൽ ഒരിക്കൽ കൂടി നോക്കി. പിന്നെ സംശയിച്ചില്ല. അയാൾ കാർ വലത്തേക്ക് തിരിച്ചു. കാരണം തൽക്കാലത്തേക്ക് ഇപ്പോൾ ആ സ്ഥലം വിൽക്കണ്ട എന്ന ഒരു തീരുമാനമാണ് രഘു എത്തിച്ചേരുന്നത്. അതായത് ഒരു മനുഷ്യന് അയാളുടെ വേരുകൾ മുറിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ജീവിതം കെട്ടിപ്പടുക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. അയ്യർ കുടുംബ കാലഘട്ടങ്ങളിൽ അന്ന് സംഭവിച്ചിരുന്ന അപജയങ്ങളെ, പ്രശ്നങ്ങളെയൊക്കെ വളരെ വ്യക്തമായിട്ട് അതിന് കൃത്യതയോടുകൂടി നമ്മുടെ മുൻപിൽ ഒട്ടും മുഷിപ്പില്ലാതെ അവതരിപ്പിക്കുന്നതിൽ മലയാറ്റൂർ വിജയിച്ചു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സാഹസം എന്നൊക്കെ തന്നെ പലരും പറയാറുള്ള യക്ഷി എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പിൽക്കാലത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തോട് പലരും പറയുകയും ഉണ്ടായി.
ഇനി വളരെ പ്രസിദ്ധനായ, നമ്മളൊക്കെ വളരെ സന്തോഷത്തോടെ ആഗ്രഹത്തോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ നടനായിരുന്നല്ലോ ജയൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് ഒരു അഡ്രസ് ഉണ്ടാക്കി നൽകിയ ഒരു 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 സിനിമ എന്നൊക്കെ വിളിക്കാവുന്നതാണ് ശരപഞ്ചരം എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് അക്ഷര പിൻബലം നൽകിയത്. അതായത് കഥ എഴുതിയതൊക്കെ മലയാറ്റൂരാണ് എന്ന് പിന്നീട് അറിയാനായിട്ട് കഴിഞ്ഞു. അപ്പം അങ്ങനെ കാർട്ടൂണിസ്റ്റായിട്ട്, ഇങ്ങനെ തിരക്കഥാകൃത്തായിട്ട്, എഴുത്തുകാരനായിട്ട് വലിയ എല്ലാ മേഖലകളിലും തൻ്റെതായ ഒരു ഒപ്പിട്ടിട്ടാണ് മലയാറ്റൂർ കടന്നു പോയത് എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് വലിയൊരു സുഹൃത്ത് വലയം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഈയിടെ എൻ്റെ അറിവിൽ വരാനായിട്ട് കാരണമായി. വയലാറിൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു അത്രേ മലയാറ്റൂർ രാമകൃഷ്ണൻ. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു മനുഷ്യനായി തൻ്റെ വേരുകളെ മുറിച്ചുകൊണ്ട് ജീവിക്കാതെ തൻ്റെ വേരുകളെ ആഴത്തിലേക്ക് സാഹിത്യ ലോകത്തേക്ക് ഇറക്കിക്കൊണ്ട് അതിന് വ്യക്തമായ നല്ല കഥകളെ നൽകിക്കൊണ്ട്, യന്ത്രം വളരെ പ്രസിദ്ധമായ മറ്റൊരു നോവലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കഥകളെ നൽകുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നതിൽ തെല്ലും തന്നെ തർക്കമില്ല. ഒരു 3 കോമ്പിനേഷൻ, അതായത് ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എന്നിങ്ങനെ 3 ഭാഷകളുടെ വലിയൊരു കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം നിറച്ചുള്ളത്. 100 രൂപ ഇതിന് വിലയുള്ളൂ. ഏതാണ്ട് 132ഓളം പേജുകളേ ഉള്ളൂ. അതുകൊണ്ട് വായന ഒരിക്കലും ഒരു നഷ്ടമാവില്ല. തീർച്ചയായിട്ടും ഇത് സമയം കിട്ടുമെങ്കിൽ വായിക്കണം. ഇന്നത്തെ സമയത്ത് വേരിറക്കുന്ന മാർക്കോയൊക്കെ ഇങ്ങനെ വിരാജിച്ച് നടക്കുന്ന സമയത്ത് എന്തും ആരെയും ചെയ്യാം എന്ന് മനസ്സിലാക്കുന്ന, സ്വന്തം വേര് തന്നെ അങ്ങോട്ട് അറുത്ത് കളയാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മളൊന്ന് ഗ്രൗണ്ടഡ് ആവും എന്നതിൽ യാതൊരു സംശയവുമില്ല. കൈവെട്ടലും പകവീട്ടലും ലഹരി വാരി പുണർന്നുകൊണ്ട് യൗവനവും നമ്മുടെ ജീവിതവും നശിപ്പിക്കുന്നതിലൊക്കെ അപ്പുറത്ത് നല്ല പുസ്തകങ്ങൾ തേടിപ്പോയാൽ നല്ല കുറേ ക്യാരക്ടേഴ്സ് നമ്മുടെ തലയ്ക്കകത്തേക്ക് കയറി വരുമെന്നും അതിലൂടെ നല്ല മൂല്യങ്ങളെ പിടിച്ചുകൊണ്ട് നല്ല ആഴത്തിൽ വേര് പാകിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നതിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു പുസ്തകങ്ങളുടെ ഒരു വായനയുടെ കുറവായിരിക്കാം ഈ സിനിമയുടെ അതിപ്രസരത്തിൻ്റെ അപ്പുറത്തേക്ക് ലഹരിയുടെ വലിയ മായാലോകത്തിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് വേരുകൾ ഉണ്ടെങ്കിലേ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമെന്നും വേരറക്കുന്ന മാർക്കോകൾ ജനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള അവബോധം നമുക്കുണ്ടാവുകയും ചെയ്യുന്നിടത്ത് തീർച്ചയായിട്ടും നല്ല വായനകൾ ഉണ്ടാവും, നല്ല കഥാകൃത്തുകൾ ജനിക്കും. ഒരിക്കലും ഉള്ളില്ലാത്ത കാതലില്ലാത്ത കഥാകൃത്തുകളായിട്ട് ആരും തന്നെ മാറില്ല. അതുപോലെ തന്നെ വായനക്കാരിൽ പോലും ഒരു വലിയ വിഭാഗത്തിന് ആരെയും അറിയിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളാരും വായിക്കുന്നത്. നമ്മളെ തന്നെ സ്വയം നവീകരിക്കാനും റിഫൈൻ ചെയ്യാനും സ്വയം പിടിച്ചു നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ സിനിമകൾക്കൊക്കെ ഒരു കുറച്ച് സമയത്തേക്കുള്ള ഷോക്ക് വാല്യൂ അല്ലാതെ മറ്റൊന്നും തന്നെ ഇതിനകത്തൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ അർത്ഥഗാംഭീര്യം നിറഞ്ഞ കൊള്ളാവുന്ന ഒരു കഥയുള്ള, നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒക്കെ ഒന്ന് കാണാൻ തോന്നുന്ന ഒരു കഥയുള്ള സിനിമകൾ പലപ്പോഴും വളരെ വിരളമായിട്ട് എണ്ണാൻ പോലും കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. പിന്നെ വളരെ കൊമേഴ്ഷ്യലായിട്ട് ഇറക്കുന്നത് കൊണ്ട് ആർക്കും എന്തുമൊക്കെ ആവാം എന്നുള്ളൊരു സിദ്ധാവിശേഷം കൂടി വന്നു. വായിച്ചിട്ടാണോ ഇവരൊക്കെ, അല്ലെങ്കിൽ നല്ലൊരു കഥാകൃത്തിനും നല്ലൊരു നോവലിസ്റ്റിനും ഒക്കെ മാത്രമേ യഥാർത്ഥത്തിൽ നല്ലൊരു സിനിമ കൊണ്ടുവരാൻ കഴിയൂ, സമൂഹത്തിന് സമ്മാനിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം ഇതുപോലെ ഇങ്ങനെ വെട്ടലും കൊല്ലലും കുത്തലും ബഹളം വെപ്പും ഒക്കെ ആയിട്ട് ഒരു 3 മണിക്കൂർ നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിച്ചതിന് ശേഷം തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ട് ഒരു സൈ റിലീഫും ഒന്നുമില്ലാതെ ഒരു മനുഷ്യൻ ഇറങ്ങി പോകേണ്ട അവസ്ഥ. അപ്പം അതുകൊണ്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇത് കാണുന്നവർക്കോ ഒന്നും രണ്ടാമത് ഒരു റീസെയിൽ വാല്യൂ ഇല്ലാത്ത കാറായിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സിനിമകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അവിടെയാണ് വേരുകൾ ഉണ്ടാവേണ്ടത്. നല്ല വേരുകളുള്ള നല്ല കഥകൾക്ക്, നല്ല ആഴമുള്ള കഥകൾ ഉണ്ടാവണമെങ്കിൽ നല്ല എഴുത്തുകാർ വരണം, ചിന്തിക്കുന്നവർ വരണം. നല്ല എഴുത്തുകാർ വരുമ്പോൾ അത്രമേൽ സമ്പന്നമായ എഴുത്തിലേക്ക്, ഭാവനാ ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള എഴുത്തുകാർക്ക് കഴിയും.
അതിന് പുതിയ നിർമ്മാതാക്കളും എഴുത്തുകാരും ഒക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നല്ല മനോഹരമായ കഥകൾ പുറത്തേക്ക് വരികയുള്ളൂ. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. നല്ലൊരു കഥയും വിശേഷവും നോവലുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ. ബൈ ബൈ.